നമസ്കാരം. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ നിശ്ചയിച്ചുറപ്പിച്ച പല കാര്യങ്ങൾക്കും വ്യതിചലനം വന്നു ചേരുവാനിടയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലപ്പോഴും കൂടുതൽ പ്രയത്നിക്കുക. ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഗ്രഹത്തിൽ ഇരുന്നു കൊണ്ടൊരു വിഹകമായിട്ടുള്ള വീക്ഷണം നടത്തുക, ഇതെല്ലാം വേണ്ടിവരും. മേലധികാരികളെ ഏൽപ്പിക്കുകയോ സഹപ്രവർത്തകരെ ഏൽപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ അതിൻ്റെ ഒരു അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കാനോ പൂർണ്ണതയിലെത്തിക്കാനോ സാധിക്കുക വളരെ കുറവായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം ഏറ്റെടുത്ത് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ അവസരം വന്നു ചേരും. ഡിസംബർ മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള പല കരാറ് ജോലികളും ഈ മാർച്ച് മാസത്തിലെങ്കിലും പൂർത്തീകരിച്ചാൽ മാത്രമേ സാമ്പത്തികമായുള്ളൊരു നഷ്ടങ്ങളെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ജോലിക്കാരെ നിയമിച്ചുകൊണ്ട് പൂർത്തീകരിക്കാനുള്ളൊരു ജ്വരത്തോടു കൂടി പ്രവർത്തിക്കാനുള്ളൊരു നിർദ്ദേശം നൽകാൻ അവസരം വന്നു ചേരും. സാമൂഹ്യ സേവനത്തിന് പിന്തുണ ലഭിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ പൊതുജന അംഗീകാരം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. മഹത് വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ സ്വയമേവ മനസ്സിൽ പകർത്തുകയും സത് അംശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സ്വയമേവ ഒരു ധ്രുവീകരിക്കുവാനുള്ള ഒരു മാനസികമായുള്ള ഒരവസ്ഥ സംജാതമാകുവാനിടവരും. പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി മിഥ്യാധാരണകളെല്ലാം ഒഴിവാക്കി വളരെ സുതാര്യമായിട്ട് തന്നെ പ്രവർത്തിക്കേണ്ട അവസരം വന്നു ചേരുവാനിടയുണ്ട്. വർഷങ്ങളായിട്ട് വിദേശത്ത് താമസിക്കുന്ന പലരും വിദേശ ഉദ്യോഗം ഉപേക്ഷിച്ച് ജന്മനാട്ടിൽ സ്വന്തമായ കർമ്മമണ്ഡലങ്ങളൊക്കെ ഏർപ്പെട്ടാലോ, കരാറ് ജോലികളാണെങ്കിലും വ്യാപാര മേഖലകളാണെങ്കിലും വിപുലമായിട്ടുള്ള പദ്ധതികളാണ്. ധനം സ്വരൂപിക്കേണ്ടി വരും. ഇതൊക്കെ പല പല സാഹചര്യങ്ങൾ കോർത്തിണക്കിയാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി നേടുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അതിൻ്റെ ശ്രമം എന്ന് പറയുന്നത് കഴിഞ്ഞ 3-4 മാസമായി തുടങ്ങിയിട്ട്, പക്ഷെ അതിലൊന്നും തന്നെ കൃത്യമായുള്ളൊരു ലക്ഷ്യപ്രാപ്തിയിലെത്താൻ സാധിക്കാത്തത് വഴി സ്വല്പം ആശങ്ക വർദ്ധിക്കുവാനിടയുണ്ട്. എന്തായാലും ഇതിൻ്റെ വിവരമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അന്വേഷിച്ചറിയാൻ ജന്മനാട്ടിലേക്ക് വേണ്ടപ്പെട്ടവർക്ക് നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാനും ചില മേഖലകളെല്ലാം തന്നെ നഷ്ടസാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ആവുന്നതും ഒഴിവാക്കണം. പലപ്പോഴും അമിത വേഗതയുള്ള വാഹന ഉപയോഗം, അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയൊക്കെ തന്നെ അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുള്ളത് കൊണ്ട് പരമാവധി ഈ ഒരു മാസത്തിലാവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി സമാധാനവും സ്വസ്ഥതയും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും പുരാണം, ഇതിഹാസം, ഭാരതീയ ശാസ്ത്രങ്ങൾ എന്നിവയുടെ പ്രാമുഖ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിലുള്ള കഥകളോ ഒന്നും അല്ല, കഥാപാത്രങ്ങളൊന്നും ചിന്തിക്കാതെ സാരാംശം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിനൊരു പുതിയ കാഴ്ചപ്പാട് അവലംബിക്കാൻ അവസരം വന്നു ചേരും. പലർക്കും അത് കൃത്യമായിട്ട് ദഹിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ പോലും സ്വന്തം ഭാവനയിൽ ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു പാത തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. കലാകായിക മത്സരങ്ങൾക്ക് ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് പരിശീലനം നൽകുന്നത് വഴി ഒരുപക്ഷെ സാമ്പത്തികമായുള്ള ഉന്നതി ഉണ്ടാകും. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ മാസത്തിൽ ഒന്നോ രണ്ടോ യാത്രകളൊക്കെ വേണ്ടി വരും. തീർത്തും അവിചാരിതമായിട്ടാണ് പരിശീലനം കൊടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത്. ഇത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തന്നെ
അനുവർത്തിക്കുവാൻ യോഗമുണ്ട്. വിദേശ ബന്ധമുള്ള വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിദ്യ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇന്ത്യയിൽ തന്നെ ഇരുന്നും കൊണ്ട് പഠിപ്പിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ സാധ്യത കാണുന്നു. പലപ്പോഴും ഉന്നത വിദ്യാഭ്യാസമുണ്ടെങ്കിൽ പോലും ഇനി മുതൽ വികസിത രാജ്യത്തിലെ ഭാഷ കൂടി പഠിച്ചാലേ ഇനി നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനൊരു പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. ഉന്മേഷവും ഉത്സാഹവും ഏറ്റെടുത്ത പ്രവർത്തന മണ്ഡലങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഉപകരിക്കുവാനിടയുണ്ട്. ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടുവാൻ അവസരം വന്നു ചേരും. വിദേശത്ത് ഉപരിപഠനത്തിന് എത്തിച്ചേർന്ന പല വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി എന്ന പദം മാറി ഉദ്യോഗാർത്ഥി എന്ന പദത്തിൽ എത്തിച്ചേരുകയും ധാരാളം അന്വേഷിക്കുവാനും എന്നാൽ ലഭിക്കുന്ന ജോലികളെല്ലാം തന്നെ താൽക്കാലികമായിട്ടുള്ള ജോലിയും അതേപോലെ തന്നെ അത്ര തന്നെ ഗുണകരമല്ലാത്ത സ്ഥാപനത്തിൽ ജോലിയും ലഭിക്കുന്നത് വഴി സ്വല്പം ആശങ്ക വർദ്ധിക്കും. എന്തായാലും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും ആത്മവിശ്വാസത്തോടുകൂടിയും ധാരാളം അപേക്ഷകൾ നൽകുവാനും 3-4 മാസത്തിന് ശേഷം ഇനിയും അവസരങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലവിലുള്ള രാജ്യത്തിൽ തന്നെ തുടരുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അനന്ത സാധ്യതകളുള്ള ജോലിയെ സംബന്ധിച്ച് ആലോചിക്കുകയും അതിന് തക്കവണ്ണമുള്ളൊരു പാഠ്യപദ്ധതിക്ക് ചേരുവാൻ സാധ്യത കാണുന്നുണ്ട്. പല സഹപ്രവർത്തകരുടെയും ജീവിതാനുഭവങ്ങളും പ്രവർത്തന പരിചയവും സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ ഇത് അവലംബിക്കാൻ അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് അകാരണമായിട്ടുള്ള ഉൾഭീതി അല്ലെങ്കിൽ പരീക്ഷാ പേടിയൊക്കെ വന്നു ചേരുന്നത് വഴി വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പൗരാണിക ശാസ്ത്രവും ആധുനിക സംവിധാനവും അവലംബിച്ചുകൊണ്ട് പുതിയ നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരങ്ങൾ ഉണ്ടാകുന്നത് വഴി വളരെ ആശ്വാസത്തിന് യോഗം മാത്രമല്ല സർവ്വത്തിലും സ്വീകാര്യത വന്നു ചേരുവാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. പലപ്പോഴും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കാനൊരു മാനസികമായുള്ള ഒരവസ്ഥ വന്നു ചേരുന്നത് വഴി ഏതൊരു വിപരീതമായുള്ള സാഹചര്യങ്ങളെയും നിഷ്പ്രയാസം അതിജീവിക്കാനൊരു ആത്മവിശ്വാസം ആർജിക്കുവാനും അവിട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വിദേശത്ത് താമസിക്കുന്ന പലർക്കും നിലവിലുള്ള രാജ്യത്തിൽ സ്ഥിരതാമസത്തിനുള്ള ഒരു അനുമതി ലഭിക്കാത്തത് വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരമുണ്ടായിത്തീരും. ദമ്പതികൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ തൽക്കാലത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ദമ്പതികളിൽ മറ്റാൾക്ക് 7-8 മാസത്തിന് ശേഷം മാത്രമേ ആ രാജ്യത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ കഷ്ടിയൊരു വർഷമായിട്ട് തൊഴിൽ മണ്ഡലങ്ങളിലും മാനസികമായിട്ടും കുടുംബപരമായിട്ടുള്ളൊരു സ്വസ്ഥതക്കേട് വന്നു ചേരുന്നത് ഒരു പക്ഷേ ഈ ഒരു മാസം മാത്രമല്ല ഏപ്രിൽ-മെയ് മാസം വരെയും ഇത് തുടരും എന്ന ഒരു മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിന് സാധ്യതയുണ്ടെങ്കിൽ പോലും കാലത്തിൻ്റെ മാറ്റത്തെ ഉൾക്കൊള്ളാതെ സാധിക്കില്ല എന്ന ഒരു സ്വയമേവ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഇരട്ടി സമയം പ്രയത്നിക്കേണ്ടി വരും. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. പണം കുറച്ചുകൊണ്ട് ഒരു കരാറ് ജോലികൾ ഏറ്റെടുത്താൽ അതിൽ പരാജയം സംഭവിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം. അല്ലാത്ത പക്ഷം നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുക മാത്രമല്ല സ്വല്പം മാനഹാനി പോലും വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ഉദ്ദേശിച്ച പോലെ പുരോഗതി ഇല്ലാത്തതുകൊണ്ടും പല വിധത്തിലുള്ള പദ്ധതികൾ ലഭിക്കാത്തതുകൊണ്ടും ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകൾ പോലും ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ
ഒരുപക്ഷെ മറ്റ് ജോലികൾക്കൊക്കെ അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഉപരിപഠനത്തിൽ ചേരുവാൻ അവസരത്തിന് യോഗം കാണുന്നുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിൽ പുരോഗതി കുറവുള്ളത് കൊണ്ടും സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിരത വളരെ കുറവുള്ളത് കൊണ്ടും വേറെ ചിലർക്ക് ഗ്രഹത്തിൽ കയറുന്ന പക്ഷം സ്വസ്ഥതയും സമാധാനം കുറയുക, മാനസികമായിട്ട് സമ്മർദ്ദം കൂടുക, വിമ്മിഷ്ടമുണ്ടാവുക, ഈ വക സാഹചര്യങ്ങളെ കൊണ്ട് ഗ്രഹത്തിൻ്റെ വാസ്തുശാസ്ത്രപ്രകാരം എന്തെങ്കിലും അപാകതകളുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കാൻ സാഹചര്യം ഉണ്ടായിത്തീരും. സുഹൃത്തുക്കൾ മുഖാന്തരം നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള ഒരു ജോലി ലഭിക്കുന്ന പക്ഷം സ്വീകരിക്കുക തന്നെയായിരിക്കും ഇനിയുള്ള 1.5 വർഷവും നന്നായിരിക്കുക. അല്ലാത്ത പക്ഷം 1.5 വർഷത്തേക്ക് നിലവിലുള്ള ജോലി ഉപേക്ഷിച്ചാൽ ഇതിനോട് തത്തുല്യമായിട്ടൊരു മറ്റൊരു ജോലി കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും എന്നുകൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. മേലധികാരികളുടെ പലവിധത്തിലുള്ള ആശയങ്ങളും ദീർഘവീക്ഷണത്തിൽ നല്ലതാണ്. പക്ഷേ ഈ ഒരു 6-7 മാസത്തിൻ്റെ ഉള്ളിൽ പ്രായോഗികമായി ഫലപ്രാപ്തി നേടുമോ എന്ന ഒരു ആശങ്ക ഉണ്ട്. എന്നിരുന്നാൽ പോലും അർദ്ധമനസ്സോടുകൂടി അദ്ദേഹം പറയുന്ന പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു 6-7 മാസത്തേക്ക് കുടുംബത്തിൽ നിന്ന് വിട്ടുന്ന ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് സ്ഥിരതാമസമാക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരുവാൻ ഇടയുണ്ട്. കഴിവും അറിവും പ്രാപ്തിയുമുള്ളവർക്ക് അവസരങ്ങൾ കുറയും. അവസരങ്ങൾ വന്നു ചേരുന്നവർക്കോ വിചാരിച്ച പോലെ അവതരിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കുറയും. എന്തായാലും ഒരു കൃത്യമായുള്ളൊരു ലക്ഷ്യബോധത്തോടു കൂടി അല്ലാതെ തൊഴിലും എല്ലാ കാര്യങ്ങളും വന്നു ചേരുന്നത് വഴി സ്വല്പം ആശങ്ക വർദ്ധിക്കുവാൻ ഇടയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രകൃതി ജീവന ഔഷധ രീതികളും യോഗയും പ്രാണായാമമൊക്കെ വേണ്ടിവരും. അത് പരിശീലനം തുടക്കം കുറിക്കുവാനിടയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള ചിന്തകളും ആശയങ്ങളും യുവതലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ഒരുപക്ഷെ അവർ സ്വീകരിക്കുമോ, അവരിൽ നിന്ന് പരിഹാസവചനങ്ങൾ കേൾക്കുമോ എന്ന ഒരു ആശങ്ക ഉണ്ടാകുമെങ്കിൽ പോലും ലക്ഷ്യം നല്ലതായതുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകുവാൻ യാതൊരു കാരണവശാലും മടിയില്ലാതെ അവതരിപ്പിക്കേണ്ടതാണ്. ക്രിയാത്മകമായുള്ള നടപടികളായതുകൊണ്ട് പലപ്പോഴും പല ദിവസങ്ങളിലും കൂടുതൽ സമയം പ്രയത്നിക്കേണ്ടി വരും. ഒരു പക്ഷേ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ എല്ലാ കാര്യങ്ങൾക്കും ഇരട്ടി ചെലവ് അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട്. ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് സദ്ശീലങ്ങൾ സ്വീകരിക്കുക മാത്രമല്ല, സ്വല്പം ആധ്യാത്മികമായിട്ടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് വഴി ഈശ്വര പ്രാർത്ഥനകൾക്ക് പോലും സമയം കണ്ടെത്തുവാൻ അവസരം വന്നു ചേരും. പ്രധാന തീരുമാനങ്ങൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശങ്ങൾ തേടുവാൻ അവസരം വന്നു ചേരും. പുതിയ സ്നേഹബന്ധം ഉടലെടുക്കുമെങ്കിൽ പോലും വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും നിർബന്ധപൂർവം പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പ്രതിഫലേച്ഛ കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തനങ്ങൾക്കും സർവാത്മന സഹകരിക്കുന്നത് വഴി വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാൻ അവസരം വന്നു ചേരും. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുന്നതിനാൽ വ്യവസായങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുത്തുകൊണ്ടോ വ്യാപാര മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കും. പക്ഷേ ഏത് വ്യാപാരം ഏത് രാജ്യത്ത് ഏത് പട്ടണത്തിൽ തുടങ്ങിയാൽ ഗുണകരമായി തീരും എന്ന ഒരു ആശങ്ക ഇപ്പോഴും എപ്പോഴും നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ 6-7 മാസം കൂടി കഴിയട്ടെ, എന്നിട്ട് മതി മനസ്സിലുദ്ദേശിക്കുന്ന വ്യാപാരത്തിന് പുറപ്പെടുക എന്ന ധാരണ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ശുഭപ്രതീക്ഷകളോടുകൂടി പല കാര്യങ്ങളും ഏറ്റെടുക്കുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം വളരെ കുറവുള്ളതുകൊണ്ടും സാമ്പത്തികമായിട്ടുള്ള സഹായം വന്നു ചേരുക വളരെ കുറവുള്ളതുകൊണ്ടും പലതിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഭാവനകൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അതെല്ലാം കൃത്യമായുള്ള രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിക്കുക, ഇങ്ങനൊരാശയം അവലംബിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗം കാണുന്നത്.
ഇതാണ് ചതയ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.